ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ മനുഷ്യന് വേണ്ടി, മനുഷ്യൻ്റെ ജീവിതം എളുപ്പമാകുന്നതിന് വേണ്ടി അതിനുതകുന്ന രീതിയിലാണ് ഭൂമി അല്ലാഹു ക്രമീകരിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള എന്തെല്ലാം ഏർപ്പാടുകളുണ്ടോ അതെല്ലാം അല്ലാഹു ഭൂമിയിൽ സംവിധാനിച്ചു. വെള്ളത്തിൻ്റെ സംവിധാനം, കൃഷിയുടെ സംവിധാനം, ഇതെല്ലാം അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ജീവിതത്തിൻ്റെ മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളുമൊക്കെ ലഭിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ ദഅവത്ത് ചെയ്യുന്നു, സമൂഹം അതിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ അതിനോടുകൂടി അല്ലാഹു തആല സംവിധാനിച്ച മറ്റൊരു സിസ്റ്റമാണ് പള്ളികളുടെ സംവിധാനം എന്ന് പറയുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു ആദം നബിയോട് പറയുന്നുണ്ട്, ഇന്നി മുഹ്ബിതും ബിക്കും ബൈതൻ, ഞാൻ നിൻ്റെ കൂടെ ഭൂമിയിലേക്ക് ഒരു വീടും കൂടി ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. യുതാഫു ഹൗലഹു കമാ യുതാഫു ഹൗല അർശി, എൻ്റെ അർശിന് ചുറ്റും എപ്രകാരം മലക്കുകൾ എല്ലാ സന്ദർഭത്തിലും തവാഫ് ചെയ്യുന്നുണ്ടോ, ചുറ്റി വലയം വെക്കുന്നുണ്ടോ, അതുപോലെ ആ വീടിന് ചുറ്റും വലയം വെക്കപ്പെടും, തവാഫ് ചെയ്യപ്പെടും. അതാണ് നമ്മൾ കഅബ എന്ന് പറയുന്നത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. അപ്പോൾ ലോകത്തുള്ള എല്ലാ മന്ദിരങ്ങൾ, എന്തെല്ലാം ബിൽഡിങ്ങുകളുണ്ടോ, ഉയർത്തപ്പെട്ട സ്തൂപങ്ങളുണ്ടോ, ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന് ഇബാദത്ത് നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പള്ളികളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. ഒരു നാട്, ആ നാട് ഭൂമി എന്നുള്ള നിലക്ക് അള്ളാഹുവിന് അതിനോടൊരു ഇഷ്ടമുണ്ടാകും. എന്നാൽ ആ നാട്ടിൽ ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം ഏതാണ് താരതമ്യേന എന്ന് ചോദിക്കപ്പെട്ടാൽ ആ നാട്ടിലെ പള്ളികളാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് ആ പള്ളി അള്ളാഹുവിന് ഇഷ്ടമുള്ള ഗേഹമായി മാറിയത്? ആ പള്ളി ഇബാദത്തിന് വേണ്ടി സജ്ജീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ആ പള്ളിയിൽ ഖുർആൻ ഷരീഫിൻ്റെ തിലാവത്തും ഇബാദത്തും ദിക്റും ദഅവത്തും ഇൽമും അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചർച്ചകളുണ്ടോ അതാണ് അവിടെ സ്ഥിരമായി നടക്കുക. വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. എന്നാൽ ഒരു നാട്ടിൽ അള്ളാഹുവിൻ്റെ അനിഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം അത് ആ നാടിലെ മാർക്കറ്റുകളാണ്, അങ്ങാടികളാണ്. എന്തുകൊണ്ട്? മാർക്കറ്റ് എന്ന സ്ഥലം മോശമായത് കൊണ്ടല്ല, സ്വാഭാവികമായും കച്ചവടം നടക്കുമ്പോൾ അവിടെ അള്ളാഹുവിന് അനിഷ്ടകരമായ കുറേ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കളവ് പറയലുണ്ടാകാൻ സാധ്യതയുണ്ട്, വഞ്ചനകൾ ഉണ്ടാകാം, പറ്റിക്കപ്പെടലുണ്ടാകാം, ചൂഷണങ്ങളുണ്ടാകാം, കള്ളസത്യം ചെയ്യലുണ്ടാകാം, വസ്തുക്കളെ പൂഴ്ത്തി വെക്കലുണ്ടാകാം, നിഷിദ്ധമായ വസ്തുക്കളെ വിൽപ്പന നടത്തലുണ്ടാകാം. ഇതെല്ലാം അള്ളാഹുവിന് ഇഷ്ടകരമായ കാര്യമാണ്. അപ്പം ഇങ്ങനെ നടക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ഗളബ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹുവിന് ഒരു പ്രദേശത്ത് അള്ളാഹുവിൻ്റെ കോപമുണ്ടാകാൻ, ഇഷ്ടക്കേട് ഉണ്ടാകാനുള്ള സാധ്യത അങ്ങാടികളിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാക്കുകൾ നമുക്ക് ഇങ്ങനെ വായിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ കച്ചവടത്തിന് പോകുമ്പോൾ, മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് മാത്രം നിങ്ങൾ പോവുക, നിങ്ങൾക്ക് ആവശ്യമായ സമയം മാത്രം നിങ്ങൾ അങ്ങാടികളിൽ ചെലവഴിക്കുക. നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കപ്പെട്ടാൽ പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് മടങ്ങി വരണം. എന്നാൽ നേരെ മറിച്ച് പള്ളി എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ എഴുതുന്നുണ്ട്, അൽ മുഅ്മിനു ഫിൽ മസ്ജിദി കസ്സമകി ഫിൽ മാഇ. നമ്മളുടെയൊക്കെ പള്ളിയുമായിട്ടുള്ള ബന്ധം അളക്കാനുള്ള നല്ലൊരു ഉപകരണമാണത്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? അൽ മുഅ്മിനു ഫിൽ മസ്ജിദി. ഒരു മുഅ്മിൻ, സത്യവിശ്വാസിയായ മനുഷ്യൻ, ആൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ കസ്സമക്കി ഫിൽമായി, ഒരു മത്സ്യം വെള്ളത്തിലുണ്ടാകുമ്പോൾ അത് ഏതുപോലെ ആയിരിക്കുമോ അതുപോലെയായിരിക്കും ഒരു മുഅ്മിൻ പള്ളിയിലെത്തിയാൽ. ഒരു മത്സ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും സ്വസ്ഥമായി സമാധാനത്തിൽ കഴിയാൻ പറ്റുന്ന ഇടം വെള്ളമാണ്. വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് മീനിനെ ചാടിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ പ്രയാസം ഉണ്ടാകും, അതിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും. എന്നതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മനുഷ്യനൊരു സമാധാനം ഉണ്ടാകും. അവിടുന്ന് പുറത്തേക്ക് പോകാനല്ല ആ മനുഷ്യൻ്റെ മനസ്സ് ആഗ്രഹിക്കുക. അള്ളാഹു നമ്മുടെ കൽബ് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. പുറത്തേക്ക് പോയാലും അടുത്ത വക്തിന് എങ്ങനെ പള്ളിയിലെത്താം, ഏത് പള്ളിയിലെത്താം എന്ന ചിന്തയിലായിരിക്കും ആ മനുഷ്യൻ.
അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചപ്പോൾ ഒരു വിഭാഗം ആരായിരുന്നു? വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദിന. ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ, ഒരു പുരുഷൻ, ഖൽബുഹു മുഅല്ലഖുൻ, അവന്റെ ഹൃദയം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ബിൽ മസാജിദ്, പള്ളിയുമായിട്ട്. അവിടെ നമ്മൾ നോക്കണം, മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റാണ്, നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിക്കാനും തൊടാനൊക്കെ പറ്റും. പക്ഷെ കൽബിനെ അങ്ങനെ ചൂണ്ടിക്കാണിക്കാനും തൊടാനും പറ്റൂല. അപ്പൊ ഈ കാണാത്ത ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കൽബും ഈ പള്ളി തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യൽ? അത് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നത് ആ മനുഷ്യന്റെ ഫിക്ർ എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജുമ നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ അടുത്ത ചിന്ത അസർ വരുമ്പോൾ ഞാൻ യാത്രയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കച്ചവടത്തിലാണെങ്കിൽ ഏത് പള്ളിയിലെ ജമാഅത്തിന് എനിക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ വക്തായാൽ ഏത് പള്ളിയിലാണ് എനിക്ക് നല്ല ഖിറാഅത്ത് എനിക്ക് കേൾക്കാൻ സാധിക്കുക. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഹൃദയം, ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ അർശിൻ്റെ തണൽ നൽകാനുള്ള കാരണമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയ നമ്മുടെ ഈമാനിൻ്റെ വളർച്ചയ്ക്ക്, നമ്മുടെ സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക്, ഒരു നാട്ടിൽ ദീനിയായ എന്തെല്ലാം ചലനങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ കേന്ദ്രങ്ങൾ ആ നാട്ടിലെ പള്ളികളാണ്. നമ്മളൊക്കെ ഓതാൻ പഠിച്ചത്, നമ്മളൊക്കെ ഫാത്തിഹ പഠിച്ചത്, നമ്മളൊക്കെ നമസ്കാരത്തിൻ്റെ ജമാഅത്തായ നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ പഠിച്ചത്, നമ്മളൊക്കെ ദുആക്കൾ പഠിച്ചത് നമ്മുടെ നാട്ടിലെ പള്ളികളിൽ നിന്നായിരുന്നു. പിന്നെ അതിന് ഉപോത്ബലകമായി നമ്മുടെ നാട്ടിലെ മദ്രസകൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ പ്രഭവ കേന്ദ്രം നമ്മുടെ പള്ളികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളികളെ പറ്റി ഖുർആനിലും ഹദീസുകളും പറയുമ്പോഴൊക്കെ അല്ലാഹു പള്ളിയെ അല്ലാഹുവിലേക്ക് ചേർത്തിട്ടാണ് പറയാറുള്ളത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. വഅന്നൽ മസാജിദ, തീർച്ചയായും പള്ളികൾ ലില്ലാഹി, അല്ലാഹുവിനുള്ളതാണ്. അതിന് അങ്ങനെ ഒരു പ്രത്യേകം എടുത്തൊരു പരാമർശം. പള്ളി എന്ന് പറഞ്ഞാൽ തന്നെ ഇബാദത്തിനുള്ള സ്ഥലമാണല്ലോ, പിന്നെ അള്ളാഹുവിന് വേണ്ടി എന്ന് അങ്ങനെ പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ നമ്മൾ ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഈ ആയത്തിനെ ശരിക്കും വിശകലനം ചെയ്താൽ അവിടെ അതിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്. പള്ളി അള്ളാഹുവിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പള്ളി അള്ളാഹുവിന് വേണ്ടിയുള്ള പള്ളിയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മൻ ബനാ മസ്ജിദൻ ലില്ലാ, ചില റിപ്പോർട്ടിൽ മൻ ബനാ ബൈത്തൻ ലില്ലാ, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു വീട് നിർമ്മിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി ഒരു മസ്ജിദ് നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, ആ മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിലൊരു വീട് പണിഞ്ഞു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെയും പ്രത്യേകം ഒരു പരാമർശം, അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി. എന്താ അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി എന്ന് പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളാകാൻ വരുമ്പോൾ മനുഷ്യന്മാർ പള്ളികൾ നിർമ്മിക്കും. എന്തിനാ പള്ളികൾ നിർമ്മിക്കുന്നത്? ലിയതബാഹാ ബിഹിന്നാസ്, ജനങ്ങൾക്കിടയിൽ പെരുമ കാണിക്കുന്നതിന് വേണ്ടി. അവൻ്റെ പാർട്ടിക്കാരൻ ഇത്ര നിലയുള്ള, സംഘടനക്കാരൻ ഇത്ര നിലയുള്ള പള്ളി ഉണ്ടെങ്കിൽ നമ്മളും കുറയാൻ പാടില്ല, നമുക്ക് അതിനേക്കാൾ കുറച്ചും കൂടി ഫെസിലിറ്റി വേണം. ആ ഗ്രൂപ്പുകാരൻ പള്ളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നമുക്കും വേണം ഒരു പള്ളി. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ലിയതബാഹാ ബിഹിന്നാസ്, ഇതെൻ്റെ വാക്കുകളല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾക്കിടയിൽ പെരുമുണ്ടാക്കുന്നതിന് വേണ്ടി, പ്രൗഢി നടിക്കുന്നതിന് വേണ്ടി അവർ പള്ളികൾ നിർമ്മിക്കുമെന്ന് ഷഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരാൾ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി, ദീൻ ഹയാത്താകണം, നാട്ടിലുള്ള ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ നൽകപ്പെടണം എന്ന നിയ്യത്തിൽ ഒരാൾ പള്ളികൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ മനുഷ്യൻ അല്ലാഹു തആല സ്വർഗത്തിലൊരു വീട് പണിത് കൊടുക്കും. നമ്മൾ ആലോചിക്കും, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ അവസ്ഥകളെ പരിഗണിച്ചാൽ അൽഹംദുലില്ലാഹ് കേരളത്തിൽ എണ്ണത്തിൽ കൂടുതലാണോ പള്ളികൾ എന്ന് വരെ ചില സന്ദർഭത്തിൽ നമ്മൾ തോന്നിപ്പോകാറുണ്ട്. ഒരു 1/2 കിലോമീറ്റർ എടുത്താൽ 10-ൽ കൂടുതലൊക്കെ പള്ളികളുടെ സ്ഥലങ്ങളുണ്ട്. അള്ളാഹു എല്ലാവരുടെ നീയത്തിന് നന്നാക്കി തെരുമാറാകട്ടെ. പാഴായിപ്പോയ നീയത്തുകളെയും അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ. ഉള്ള പള്ളികൾ നന്നാക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആൾക്കാർ മുസ്ലിമീങ്ങളായിട്ടുണ്ട് അവിടെ, പക്ഷെ അവർക്ക് നിസ്കരിക്കാൻ പള്ളിയില്ല. നമ്മൾ ഈ പള്ളി എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപൻ്റെ പള്ളി എന്ന് മനസ്സിൽ കാണുന്നുണ്ടുള്ളൊരു പ്രശ്നമാണ്. ചെറിയ രീതിയിൽ ആളുകൾക്ക് ജമാഅത്തായി നമസ്കരിക്കുവാനും അവരുടെ ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾക്ക് നമ്മൾ പറ്റുന്ന രീതി നമ്മൾ ചെയ്തു കൊടുക്കും. ഇനി കേരളത്തിൻ്റെ പുറത്തേക്ക് പോയാൽ ദയനീയമായ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ പള്ളികളുടെ ക്ഷാമം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി രാജ്യത്തിൻ്റെ പുറത്തേക്ക് പോയാൽ അവിടെ ഈ പറഞ്ഞ അവസ്ഥകളുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പള്ളികളില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിക്കാനുള്ള ഒരു നീയത്ത് നമ്മുടെ മനസ്സിലേക്ക് വെക്കേണ്ടതുണ്ട്. അള്ളാഹു ഏതെങ്കിലും ഒരു വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരും. ഒരാൾക്ക് ഒരു പള്ളി മുഴുവനായിട്ട് നിർമ്മിക്കാമെന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് പോസിബിളായ കാര്യമല്ല. ഇനി എവിടെയെങ്കിലും പോയാൽ നമുക്ക് കാണാം, പള്ളി നിർമ്മാണത്തിലേക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര പൈസ എന്ന് കാണാം, കമ്മിറ്റിക്കാർ ഇട്ടിട്ടുണ്ടാകും. ഒരു സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാൻ ഇത്ര പൈസ.
നമുക്ക് പറ്റുമോ അത് കൊടുക്കിൻ. അത് കൊടുത്ത കൊണ്ടുള്ള ഉപകാരം എന്താ? അത് വഖഫായി നിശ്ചയിക്കപ്പെടും. ആ സ്ഥലം വഖഫാണ്. ആ സ്ഥലത്ത് ആരെല്ലാം വന്ന് ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, ആരെല്ലാം ഓതുന്നുണ്ടോ, ആരെല്ലാം ദിക്ർ ചെയ്യുന്നുണ്ടോ, അതിൻ്റെയൊക്കെ ഒരു മിശ്ര സവാബ് നമ്മുടെ ഖബറിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ പള്ളികളെ പറ്റി അല്ലാഹു പറയുമ്പോൾ ഉപയോഗിച്ച വാക്ക് ഫീ ബുയൂത്തിൻ അദീനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദൂവി വൽ ആസാൽ. അള്ളാഹുവിൻ്റെ പ്രകാശത്തിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, ഈ പ്രകാശം എവിടെയാണ് ഉള്ളത്? ഫീ ബുയൂത്തിൻ, മഹത്തായ ചില വീടുകളിലാണ്. ഏതാണ് ആ വീടുകൾ? അതിനല്ലാഹു അൻ തുർഫഅ, ആ വീടുകളെ ഉയർത്തുന്നതിന് വേണ്ടി, ആ വീടുകളെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു അരുൾ ചെയ്തിരിക്കുന്നു. വയുദ്കറ ഫീഹാ ഇസ്മുഹു, ആ പള്ളികളിൽ വെച്ചിട്ട്, ആ വീടുകളിൽ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ പേരുകൾ വാഴ്ത്തപ്പെടണം, അള്ളാഹുവിനെ ഓർമ്മിക്കപ്പെടണം, അതിനു വേണ്ടിയും അള്ളാഹു അരുൾ ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖിസാലുൻ ലാ തംബഗി ഫിൽ മസാജിദി. പള്ളി പരിപാലനം എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് തരത്തിലുള്ള പള്ളി പരിപാലനമുണ്ട്. ഒന്ന് ബാഹ്യമായ പരിപാലനം, രണ്ട് ആന്തരികമായ പരിപാലനം. ബാഹ്യമായ പരിപാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാടുകളിലുള്ള ഏറെക്കുറെ എല്ലാ പള്ളികളിലും അതിൽ നല്ല സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല കൂലി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും അവരുടെ തലമുറയൊക്കെ അള്ളാഹു ഏറ്റെടുക്കുമാറാകട്ടെ. അതാണ് ബാഹ്യമായ പള്ളിയുടെ പരിപാലനം എന്ന് പറയുന്നത്. ആന്തരികമായ പരിപാലനം എന്താണ്? ആന്തരികമായ പരിപാലനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. പള്ളിയെ പരിപാലിക്കൽ തഅമീർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആൻ ശരീഫിൽ. തഅമീർ എന്നാണ് എന്താ? ഇബാദത്ത് കൊണ്ട് സജീവമാക്കുക എന്നുള്ളതാണ്. പള്ളിയിൽ നടക്കേണ്ട അമലുകൾ കൊണ്ട് നടക്കപ്പെടണം. അവിടെ ചില കാര്യങ്ങൾ പള്ളിയിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖിസാലുൻ ലാ തംബഗി ഫിൽ മസാജിദ്, പള്ളികളിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്, അത് നല്ലതല്ല. ഒന്ന്, ലാ യുത്തഖദു ത്വരീഖൻ, പള്ളിയെ ഒരു വഴിയായി സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. പള്ളിയെ ഒരു വഴിയായി സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. എനിക്കൊരു വഴിയിൽ ഒരു സ്ഥലത്തേക്ക് പോകണം, അപ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ കൂടി പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ പള്ളിയെ ഇബാദത്തിനല്ലാതെ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ചില റിപ്പോർട്ടുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും, ഒരു മനുഷ്യൻ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കാതെ വെറുതെ ഇറങ്ങിയിട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ വിഷയത്തിൽ മലക്കുകൾ ആശ്ചര്യപ്പെടുമെന്ന് ചില ഹദീസുകളിൽ നമുക്കിങ്ങനെ വായിക്കാൻ വേണ്ടി പറ്റും. വലാ യുഷ്ഹറു ഫീഹി സിലാഹുൻ, അവിടെ ആയുധങ്ങൾ പരസ്യപ്പെടുത്താൻ വേണ്ടി പാടില്ല. സാധാരണഗതിയിൽ ഒരു ഇസ്ലാമിക ഗവൺമെൻറ്റും അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ജിഹാദുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ ശേഖരിക്കലും മറ്റൊക്കെ പറ്റും. പക്ഷെ അത് പള്ളിയിൽ പാടില്ല എന്ന് ഹദീസിൽ കാണാം. അതുപോലെ വലാ യുദറബു ഫീഹി ഹദ്ദുൻ, ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ചില ശിക്ഷകൾ നടപ്പിലാക്കേണ്ടി വരും, ചില പണിഷ്മെൻറ്റുകൾ. ഇത് പള്ളിയിൽ നിന്ന് അടിക്കാൻ വേണ്ടി പാടില്ല. അപ്പം മദ്യപിച്ച ആൾക്ക് അടി കൊടുക്കണം, കള്ളസത്യം ചെയ്ത ആൾക്ക് അടി കൊടുക്കണം എന്നൊക്കെ ആ അടിയുണ്ടല്ലോ, ഹദ്, അത് പള്ളിയിൽ നിന്ന് അടിക്കാൻ വേണ്ടി പാടില്ല. വലാ യുത്തഖദു സൂഖൻ, പള്ളിയെ മാർക്കറ്റാക്കാൻ വേണ്ടി പാടില്ല. പള്ളിയിൽ വിൽക്കലും വാങ്ങലും നടത്താൻ വേണ്ടി പാടില്ല, അത് കറാഹത്താണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ പള്ളിയിൽ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു ചോദിക്കുകയായിരുന്നു, എൻ്റെ ഇന്ന സാധനം കാണാതെ പോയിട്ടുണ്ട്, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇൻഷാദുല്ലാ അല്ല എന്നാ പറയാൻ അറബിയിൽ. കാണാതായ സാധനം ഇങ്ങനെ ചോദിക്കുക. നബി തങ്ങൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, നിനക്ക് ആ സാധനം തിരിച്ചു കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. നിനക്കത് സാധനം തിരിച്ചു കിട്ടാതിരിക്കട്ടെ, പള്ളിയെ ഉണ്ടാക്കിയത് ഇതിനു വേണ്ടിയിട്ടല്ല. നിങ്ങൾ ആലോചിക്കും, നഷ്ടപ്പെട്ടു പോയ ഒരു വിലപിടിപ്പുള്ളൊരു സാധനം അല്ലെങ്കിൽ എന്തോ സാധനം ആയിക്കൊള്ളട്ടെ, അത് ആരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരണേ എന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത്, അത് നിനക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ പള്ളി ഇതിനുള്ളതല്ല. അപ്പം ഇൻഷാദുല്ലാ അല്ല, നഷ്ടപ്പെട്ടു പോയ സാധനം അത് ചോദിക്കൽ പോലും പള്ളിൻ്റെ ഉള്ളിൽ വെച്ച് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ വജന്നിബുൽ മസാജിദ സുബിയാനക്കും വ മജാനീനക്കും, പള്ളിയിൽ തമ്മീസ് എത്താത്ത കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരൽ കറാഹത്താണ്. തമ്മീസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായി ഭക്ഷണം കഴിക്കാനും സ്വന്തമായി മലമൂത്ര വിസർജനം ചെയ്താൽ അതിനെ വൃത്തിയാക്കാനും കഴിയുന്ന ആൾക്കാണ് തമ്മീസിൻ്റെ പ്രായം എന്ന് പറയുക. അതൊരു 7 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ്, ആ പ്രായം എത്താത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരൽ കറാഹത്താണ്. എന്തുകൊണ്ട്? ആ പള്ളിയിൽ വന്ന് അവർ നജസ് ഉണ്ടാക്കി അല്ലെങ്കിൽ നമസ്കാരക്കാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പള്ളിയോടുള്ള ഹുർമത്ത് കേടാണ്. അതുകൊണ്ട് ജന്നിബുൽ മസാജിദ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നത് കണ്ടാൽ ആ ആളെ ശക്തമായി ശകാരിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ചില ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ, അപ്പം ഇങ്ങനെ നിസ്കാരം പഠിക്കാന്നൊക്കെ ചോദിക്കാറുണ്ട്. തമ്മീസ് എത്തുന്നത് വരെ എന്നേ പറഞ്ഞിട്ടുള്ളൂ, തമ്മീസ് എത്തിയാൽ നിങ്ങൾക്ക് കൊണ്ടുവരാലോ
7 വയസ്സൊന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പള്ളിയിൽ കൊണ്ടുവരണം. ഇത് ആ സമയത്ത് കൊണ്ടുവന്ന് കുട്ടിക്ക് പള്ളിൻ്റെ അതബ് അന്നേരെ നഷ്ടപ്പെട്ടു. 5ഉം 6ഉം വയസ്സിൽ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് അതബ് നഷ്ടപ്പെട്ടു. പിന്നെ കുട്ടി വലുതായിട്ട് വന്നാലും അതബ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ബോധം വരുന്ന പ്രായത്തിലായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുപോലെ സുബിയാനക്കും മജാനീനക്കും, ഈ എന്തെങ്കിലും അസ്വസ്ഥതകളുള്ള ആളുകൾ, അതായത് ബോധമില്ലാത്ത മാനസികമായ ബുദ്ധിമുട്ടുകളുള്ള ആളുകളെ നിങ്ങൾ പള്ളിയെ തൊട്ടും അകറ്റണമെന്ന് ഹദീസിൽ കാണാം. എന്താ കാരണം? അവർക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് ശരി, എന്താണ് തെറ്റ്, നജസ് എന്താണ്, ശുദ്ധിയുള്ളത് എന്താണെന്ന് അവർക്ക് തിരിയില്ല. അപ്പോൾ അവർ പള്ളിയിലേക്ക് വന്നാൽ പള്ളി നജസാകാനുള്ള സാധ്യതയുണ്ട്. വഹുസൂമാത്തിക്കും, നിങ്ങളുടെ തർക്കങ്ങൾ പള്ളിയിൽ നിന്ന് ഒഴിവാക്കണം. വറഫൈ അസ്വാത്തിക്കും, നിങ്ങളുടെ ശബ്ദമുയർത്തലും പള്ളിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം പണ്ഡിതന്മാർ എഴുതി. ഒരു ഖാദിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കീഴിൽ ഒരുപാട് കേസുകൾ വരും. അയാൾക്ക് പല കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കേണ്ടി വരും. പക്ഷേ അയാൾ അതിനുവേണ്ടി പള്ളിയെ തിരഞ്ഞെടുക്കാൻ പാടില്ല. എന്താ കാരണം? കേസ് തർക്കം വരുമ്പോൾ 2 കക്ഷികൾ വരുമ്പോൾ ഒരാൾ പറയുന്നതിന് തീർച്ചയായും എതിരായിട്ടാണ് മറ്റയാൾ പറയുക. അപ്പോൾ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പള്ളി എന്ന് പറഞ്ഞാൽ അത് മഹ്കമല്ല, പള്ളി കോടതി മുറിയാക്കി മാറ്റാൻ വേണ്ടി പാടില്ല. ശബ്ദം ഉയർത്തേണ്ട സ്ഥലമല്ല പള്ളി. പള്ളി ഇബാദത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എത്രത്തോളം പണ്ഡിതന്മാർ എഴുതി. ഒരാൾ പള്ളിയിൽ വന്നിട്ട് ഒച്ചത്തിൽ ദിക്ർ ചൊല്ലുന്നു, മറ്റൊരാൾ നിസ്കരിക്കുന്നു. അപ്പോൾ ഇയാൾ ഒച്ചത്തിൽ ദിക്ർ ചൊല്ലിയാൽ അയാളെ നിസ്കാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇത് രണ്ടും ഇതൊരു പ്രശ്നമാണ്. കാരണം ദിക്ർ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് തന്നെയാണ്, നിസ്കരിക്കൽ ഇബാദത്താണ്. ഇതിൽ നമ്മൾ ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം? നിസ്കരിക്കുന്ന ആളോട് നീ സഹിച്ചോ എന്ന് പറയണോ, അല്ല ദിക്ർ ചെയ്യുന്ന ആളോട് നീ ശബ്ദം കുറക്കോ എന്ന് പറയണോ? ഫുഖഹ എഴുതിയിരിക്കുന്നത് പള്ളി നിർമ്മിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഇബാദത്താണ്. ആ ഇബാദത്തിൻ്റെ ഏറ്റവും തനതായ രൂപ നിസ്കാരമാണ്. അതുകൊണ്ട് നിസ്കാരക്കാരനെ മാറ്റുകയല്ല, ഈ ദിക്ർ ചെയ്യുന്നവനോട് നിന്റെ ശബ്ദം താഴ്ത്തൂ എന്ന് പറയണമെന്നാണ് ഫിഖ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തർക്കങ്ങൾക്കും ഒച്ചപ്പാടുകൾക്കും ബഹളങ്ങൾക്കും ഒന്നും പള്ളി വേദിയാകാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ 20ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ബലഹീനത, ഒരു ഭാഗത്ത് ഏറ്റവും വലിയ ശക്തിയാണ്, ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ടിലാണ് മുസ്ലിം ലോകത്ത് സംഘടനകൾ നിലവിൽ വന്നത്. ഒരുപാട് ഖൈറുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയമില്ല. എല്ലാ സംഘടനകളെ കൊണ്ടും, ഞാൻ എണ്ണി പേരൊന്നും പറയുന്നില്ല, എല്ലാ സംഘടനകളെ കൊണ്ടും കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഖൈറുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കുണ്ടായ ഏറ്റവും വലിയ അപകടം, ഇതുകൊണ്ടുണ്ടായ നഷ്ടം എന്ന് പറയുന്നത്, എന്തിനാ മുഅ്മിനീങ്ങളെ ജമാഅത്ത് നിസ്കാരം അള്ളാഹു പഠിപ്പിച്ചത്? എന്തിനാ അള്ളാഹു ജുമാ നിസ്കാരം വെള്ളിയാഴ്ച നിർബന്ധാക്കിയത്? എല്ലാ ദിവസവും ദുഹർ നിസ്കരിക്കുന്നത് പോലെ ആ വെള്ളിയാഴ്ചയും ഒറ്റക്ക് നിസ്കരിച്ചാൽ മതി അള്ളാഹു പറയാമായിരുന്നല്ലോ. പക്ഷെ അള്ളാഹു എന്താ പറഞ്ഞത്? വെള്ളിയാഴ്ച ദിവസം നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടണം. ഈ ജമാഅത്ത് എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം എന്താണ്? സംഘടിക്കുക എന്നർത്ഥം. എന്തിനാ സംഘടിക്കാൻ വേണ്ടി പറഞ്ഞത്? ഒരു പ്രദേശത്തുള്ള മുഅ്മിനീങ്ങളൊക്കെ ഒരു സ്ഥലത്തെത്തട്ടെ, അവിടെ ഒരു ഇമാമിൻ്റെ കീഴിൽ അവർ ഖുതുബ കേൾക്കട്ടെ, ഒരു ഇമാമിൻ്റെ തക്ബീറിൻ്റെ കീഴെ അവർ കൈകെട്ടട്ടെ, ഒരു ഇമാമിൻ്റെ സലാം വീട്ടലിൻ്റെ കീഴെ അവർ സലാം വീട്ടട്ടെ. ഇതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ജമാഅത്ത് നിസ്കാരത്തിന് നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞത്, ജുമാ നമസ്കാരം നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ പഠിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കളുടെയും കാലഘട്ടം എല്ലാ ആളുകളും പഠിച്ചോളി. ഹബീബിന്റെ കാലഘട്ടത്തിലോ സഹാബാക്കളുടെ കാലഘട്ടത്തിലോ ഒരു നാട്ടിൽ ഒരു സ്ഥലത്ത് പള്ളി ഉണ്ടെങ്കിൽ, ജുമാ നടക്കുന്ന പള്ളി ഉണ്ടെങ്കിൽ അതിന്റെ 7 അയലത്ത് വേറെ പള്ളി ഉണ്ടാവില്ല, ജുമാ നടക്കുന്ന പള്ളി ഉണ്ടാവില്ല. എന്താ അതിന്റെ കാരണം? ഒരു സ്ഥലത്ത് ജമാഅത്ത് നടക്കുന്നു, അതിന്റെ 10 മീറ്റർ ഇപ്പുറം തന്നെ അടുത്ത് ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഈ ജമാഅത്തിന്റെ അർത്ഥം? എന്താണ് ഇതിന്റെ അർത്ഥം? പള്ളി പാർട്ടി ഓഫീസായി മാറിപ്പോയി എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് നാണം തോന്നാറുണ്ട്. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. പുറം സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോൾ പള്ളി ഏടാന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. വ്യക്തിപരമായി പോലും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പള്ളി ഏടാന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്, അവിടെ നമ്മൾ ചോദിച്ചു, ജുമാൻ്റെ വെള്ളിയാഴ്ച ദിവസമാണ്, എവിടെയാണ് പള്ളി ഉള്ളതെന്ന് ചോദിച്ചു. പള്ളി എവിടെ ഉള്ളതെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആൾ തിരിച്ചിട്ട് 4 ഗ്രൂപ്പിൻ്റെയും പേര് പറഞ്ഞിട്ട് ചോദിച്ചു, ഇതിൽ ഏത് ഗ്രൂപ്പിൻ്റെ പള്ളിയാണ് നിങ്ങൾക്ക് വേണ്ടത്? അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഞാൻ കരുതി അയാൾ മുസ്ലിം ആയിരിക്കുമെന്നാണ്. അപ്പോൾ പിന്നെ സംശയമുണ്ട്, മുസ്ലിം ആണെങ്കിൽ ഈ സമയത്ത് അയാൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ നിൽക്കൂലല്ലോ. ഞാനൊരു യാത്രയിൽ പെട്ടിട്ട് എറണാകുളത്ത് അങ്ങനെ എത്തിപ്പെട്ടതാ. അപ്പോൾ അയാൾ ഓട്ടോറിക്ഷ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഈ 4 അയാൾ 4 സംഘടനകളെ പേര് പറഞ്ഞു.
4 ഏതായാലും ആർക്ക് തോന്നട്ടെ, 4 ഒന്നാണെന്ന് തോന്നട്ടെ, ഏതായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. യാത്രക്കടിയിൽ പള്ളിയിലെത്തുന്ന ആ ദൂരത്തിൽ ഞാൻ അയാളെ പേര് വെച്ചപ്പോൾ അയാളൊരു ക്രിസ്ത്യാനിയാണ്. ഈ തിരിച്ചറിവ്, ഇത് 4 എന്ന ബോധ്യം ആരുണ്ടാക്കി കൊടുത്തത്? അള്ളാഹു മാപ്പാക്കി തെരുമാറാകട്ടെ. അതാണ് അന്നൽ മസാജിദല്ല. പള്ളി അള്ളാഹുവിനുള്ളതാണ്, പള്ളി തർക്കത്തിനുള്ളതല്ല. പള്ളിയിൽ അങ്ങനെയുള്ള ആശയവിനിമയങ്ങൾക്കുള്ളതല്ല. പള്ളി അങ്ങനെയുള്ളതാകാൻ വേണ്ടി പാടില്ല. പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തൗബ ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. വീണ്ടും നബി തങ്ങൾ പറഞ്ഞു, വത്തഖിദു അലാ അബ്വാബിഹാ അൽ മതാഹിറ. പള്ളിയുടെ കവാടങ്ങളിൽ, പള്ളിയിൽ നിങ്ങൾ ആളുകൾ വരുമ്പോൾ അവർക്ക് ശുദ്ധി കൈവരിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കണം. അൽഹംദുലില്ലാഹ്, ഹൗദിൻ്റെ സംവിധാനം, വെള്ളത്തിൻ്റെ സംവിധാനമൊക്കെ നമ്മുടെ നാടുകളിലുണ്ട്. വജമ്മിറുഹാ ഫിൽ ജുമുഅ. ഇത് പലപ്പോഴും നമ്മൾ പല പള്ളികളിലും കണ്ടുവരുന്നില്ല, അതുകൊണ്ട് പ്രത്യേകം പരാമർശിക്കാം. വജമ്മിറുഹാ ഫിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ പള്ളി പുകയിപ്പിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വെള്ളിയാഴ്ച ദിവസം പള്ളിയെ പുകയിപ്പിക്കുമായിരുന്നു. ഒന്നിക്ക് സ്വന്തമായിട്ട് പുകയിപ്പിക്കും, അല്ലെങ്കിൽ സഹാബാക്കൾ വിട്ടിട്ട് പുകയിപ്പിക്കുമായിരുന്നു. ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ വരുന്ന ആളുകൾക്ക് പള്ളിയോട് അടുപ്പമുണ്ടാകാനും ഒരു മാനസികമായ ഉന്മേഷം ലഭിക്കുന്നതിന് വേണ്ടി നല്ല സുഗന്ധങ്ങൾ കൊണ്ട് പുകയിപ്പിക്കുമായിരുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹു പറയുന്നു, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ അഖാമസ് സ്വലാത വ ആതസ് സകാ. ഈ രീതിയിൽ പള്ളിയെ പരിപാലിക്കുന്നവർ ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിലുള്ള പരിപാലനം. ഒന്ന്, പള്ളി എന്ന ഈ ബിൽഡിങ്, ആ ബിൽഡിങ്ങിനൊരു പരിപാലനമുണ്ട്. നമ്മൾ അൽഹംദുലില്ലാ നമ്മളിവിടെ വരുന്നു, നല്ല AC-യിൽ നമ്മൾ ഇരിക്കുന്നു, നല്ല വെളിച്ചം ഇവിടെ ഉണ്ട്, നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. ഇതിനൊക്കെ ദൈനംദിന ചെലവുകളുണ്ട്. ഇത് നടത്തിപ്പിന് വേണ്ടി ഒരുപാട് ചെലവുകളുണ്ട്. പള്ളിയുടെ പരിപാലനം ഫർദ് കിഫായാണ്, സാമൂഹിക ബാധ്യതയാണ്. ഓരോരുത്തരും അവരുടേതായ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇത് എൻ്റെ പള്ളിയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഈ പള്ളിയുടെ ഇതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് ഈമാനിന്റെ ലക്ഷണമാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ മൻ ആമന ബില്ലാഹ്, അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമുണ്ട്. വൽ യൗമിൽ ആഖിരി, അവൻ ആഖിറത്തിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നവനാണ്. കാരണം ഇത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നല്ല. നിങ്ങൾ കിട്ടാൽ ഈ പള്ളിന്റെ ലാഭത്തിൽ നിന്നും 10% കിട്ടുമെന്നും പോകുന്നില്ല. ആഖിറത്തിലാണ് ഇതിന്റെ കൂലി കിട്ടുക. ഇവിടെ ഇബാദത്ത് ചെയ്യുന്നവരുടെ മിസ്ല സവാബാണ് നിങ്ങൾക്ക് ലഭിക്കുക. വഅഖാമസ്സലാം, നിസ്കാരം നിലനിർത്തുന്നവർക്കാണ് പള്ളി പരിപാലിക്കാൻ വേണ്ടി സാധിക്കുക. രണ്ടാമത്തെ പരിപാലനം ഏതാണ്? അതിൻ്റെ ആന്തരികമായ പരിപാലനം, പള്ളിയെ സജീവമാക്കുക. അടിസ്ഥാനപരമായി നിർമ്മിക്കപ്പെട്ടത് പള്ളിയുടെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇബാദത്താണ്. അത് കൃത്യമായി നടക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മേൽ ഫർദായിട്ടുള്ളത്, അത് നാട്ടുകാരുടെ മേൽ ഫർദ കാര്യമല്ല. പള്ളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി, അത് പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ആരും ആകട്ടെ, അയാൾക്കുള്ള ആദ്യത്തെ ചുമതല, അത് ഏത് സംഘടനത്തിൻ്റെ ആയിക്കോട്ടെ, ആദ്യത്തെ ചുമതല നിസ്കാരം, സ്വഹീഹായ നിസ്കാരം നടത്തിക്കൊടുക്കാനുള്ള ഇമാമിനെ നിങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ല പള്ളിയെടുത്ത് 2 കോടിൻ്റെ 3 കോടിൻ്റെ 4 കോടിൻ്റെ പള്ളി എടുത്തു. പിന്നെ പ്രശ്നം ഈ സാലറിൻ്റെ പ്രശ്നമാണ്. ആൾ നിർത്തിക്കണം. അപ്പം മലയാളം നിർത്തിച്ചു കഴിഞ്ഞാൽ കുറേ കൊടുക്കേണ്ടി വരും. അങ്ങനെ നമുക്കറിയാം, ഉള്ളിലുണ്ടിലും ചർച്ചകളൊക്കെ നമുക്കറിയാം. അങ്ങോട്ടൊക്കെ പോകുന്നില്ല. എന്നിട്ട് പലയിടത്തെ അവസ്ഥ എന്താണ്? മുഅ്മിനീങ്ങളെ, നമ്മൾ മസ്ബൂക്കായി മഅ്മൂമായൊക്കെ പല പള്ളികളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ നിസ്കരിച്ച നിസ്കാരം തന്നെ ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകാൻ. ഈ സഹീഹായ നിസ്കാരം നടക്കണ്ടേ, ബാക്കിയൊന്നും നടന്നിട്ടില്ലെങ്കിലും അത് രണ്ടാമതാണ്, അത് സെക്കൻഡറിയാണ്. പ്രൈമറി നടക്കേണ്ടത് നിസ്കാരം സഹിയാകണം, അവിടുത്തെ ജുമയും ജമാഅത്തും സഹിയാകണം. അതുകൊണ്ട് യോഗ്യരായ ഇമാമുകളെ നിങ്ങൾ നിർത്തണം. അതെന്താ? ബാക്കിയുള്ളതിനൊക്കെ നിങ്ങൾ പ്രൊഫഷൻസ് നോക്കാറുണ്ടല്ലോ, ക്വാളിഫിക്കേഷൻ നോക്കാറുണ്ട്. നിങ്ങളൊരു കമ്പനി നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു മാനേജർ പോസ്റ്റിൽ നിങ്ങൾ ആരെ എടുക്കുക? നിങ്ങൾ ആരെ കണ്ട ആരെങ്കിലും എടുക്കുക? പൈസ ആർക്കാണ് കുറച്ച് കൊടുക്കുക? അയാളെ പിടിച്ചോ നിങ്ങൾ മാനേജർ പോസ്റ്റിൽ ഇരുത്തുക? ഒരിക്കലല്ല. ഇത് അള്ളാഹുവിന്റെ പള്ളിയാണ്, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഇവിടെ നിങ്ങൾ ഇമാമത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നബി നിങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നിങ്ങൾ ഇമാം എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള ശുപാർശകനാണ്. നിന്റെയും അള്ളാഹുവിൻ്റെ ഇടയിലുള്ള ശുപാർശകനാണ് ഇമാമ്. കാരണം നമ്മൾ നിസ്കരിക്കുന്നത് നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഞാൻ ഉദുവെടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇവിടെ നിന്നിരിക്കുന്നത്. ഒരാഴ്ച ഞാൻ ഉദുവെടുത്തിട്ടില്ലെങ്കിലോ? അപ്പോൾ അതാണ് അവിടെ അമാനത്തുണ്ട്. അവിടെ ഈ അമാനത്തിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ഇമാമത്ത് നിർത്തുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വിശ്വസ്തതയുള്ള ആളുകൾ നിങ്ങൾ ഇമാമത്ത് നിർത്തണം. എത്രത്തോളം ഫിഖ്ഹിൽ കാണാം, പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാകാണ് നാട്ടുകാർക്ക് ഞാൻ ഇമാമത്ത് നിൽക്കുന്നതിൽ അതൃപ്തിയുണ്ട് എന്ന് മനസ്സിലായാൽ
മനസ്സിലായി തുടങ്ങിയാൽ, എന്തിൻ്റെ പേരിൽ? ദീനിയായ കാരണത്തിൻ്റെ പേരിൽ, ദുന്യവേ കാരണത്തിൻ്റെ പേരിലല്ല, ദീനിയായ കാര്യത്തിൻ്റെ പേരിൽ ഞാൻ ഇമാമത്ത് നിൽക്കുന്നതിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് എന്ന് മനസ്സിലായാൽ പിന്നെ ഞാൻ ഇമാമ നിൽക്കൽ കറാഹത്താണ്. എത്ര ഗൗരവമുള്ള വിഷയമാണിത്. അതുകൊണ്ട് പള്ളി താമീറിൻ്റെ ആന്തരിക താമീർ എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ ഘടകം അവിടുത്തെ നമസ്കാരം സഹീഹാക്കുക എന്നുള്ളതാണ്. ബാങ്ക് കൊടുക്കുന്ന ആളുകളെ പറ്റി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന ആളുകൾ ഉമനാഉ, വിശ്വസിക്കപ്പെടുന്ന ആളുകളാണ്, വിശ്വസ്തരായ ആളായിരിക്കണം. ചില ആളുകൾക്ക് ബാങ്ക് കൊടുക്കൽ കറാഹത്താണെന്ന് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി ഇവിടെ പറയാൻ നമുക്ക് സമയമില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ നിർത്തരുത്. പള്ളി എന്തിനാണ് ഇത്രയും കോടി എടുത്തിട്ടുണ്ടാക്കിയത്? അവിടെ ദീനാണ് പഠിക്കേണ്ടത്. വ്യക്തിപരമായി നമ്മളൊക്കെ പറയാലോ, നമ്മളൊക്കെ ഖുർആൻ ആദ്യമായി കേട്ട് ആസ്വദിച്ചതും ഖുർആൻ പഠിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നിയത് ആരുടെയും വാള് കേട്ടിട്ടൊന്നല്ല. നമ്മുടെ നാട്ടിലെ ഖത്തീബുമാരായി നിന്ന ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ നല്ല കൂലി കൊടുക്കട്ടെ. അവരുടെ ഖിറാഅത്തും അവരുടെ തജ്വീദും അവരുടെ സംസാരങ്ങളും അവരുടെ ഖുതുബകളും അവരുടെ തറാവീഹിലെ ഓർത്തൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ മനസ്സുകളിൽ ഖുർആൻ പഠിക്കണം, ഖുർആനെ കുറിച്ചുള്ള ചിന്തകൾ നമുക്കുണ്ടായത്. ഇത് അടുത്ത തലമുറക്കും കിട്ടണമെങ്കിൽ ഈ പോസ്റ്റിൽ നിൽക്കുന്ന ആളുകൾ യോഗ്യരായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എല്ലാ ജോലികളും റിക്വയർമെന്റ് എന്നൊരു സാധനം കൊടുക്കും, റിക്വയർമെന്റ് ക്വാളിഫിക്കേഷൻ കൊടുക്കും എന്നതുപോലെ പള്ളി ഇത് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഉത്തരവാദിത്വ ബോധമുള്ള ആളുകളെ നമ്മൾ മുമ്പിൽ നിർത്തണം. അതാണ് ആന്തരികമായ തഅമീർ എന്ന് പറയുന്നത്. മൻ അഖാമ സ്വലാത വആത സകാത വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം പേടിക്കുന്ന ആളുകൾക്കാണ് പള്ളി പരിപാലിക്കാൻ സാധിക്കുക. പല താല്പര്യങ്ങളും വരും, പല വിമർശനങ്ങളും വരും. പക്ഷെ നമ്മൾ ചോർന്നു പോകാൻ പാടില്ല. കാരണം ഞാൻ പള്ളി പരിപാലിക്കുന്നത് മറ്റേ സംഘടനക്കാരനെ തോൽപ്പിക്കാനല്ല, മറ്റേ പാർട്ടിക്കാരനെതിരെ എനിക്കിവിടെ സായുധ സംഘം ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടല്ല. പകരം ദീൻ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കപ്പെടണം. അതിന് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ ആ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നുള്ള നിലക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിൻ്റെ പരിപാലനം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓരോരുത്തർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന പരിപാലനം ഉണ്ട്. ഒന്നാമത്തേൽ എങ്ങനെ നമുക്ക് പറ്റുന്നത് കൊടുക്കുക, മാസത്തിൽ എത്രയും കൊടുക്കാൻ പറ്റും നിങ്ങൾ കൊടുക്കുക. നമ്മുടെ സാലറീൻ്റെ ഒരു 2%, 3% നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു 3%, അല്ലെങ്കിൽ 1% നിങ്ങൾ മാസത്തിൽ പള്ളിക്ക് വേണ്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഏറ്റെടുക്കുക. ഇൻഷാ അല്ലാഹ് പള്ളിൻ്റെ മാസത്തിലുള്ള കറണ്ട് ബില്ല് ഞാൻ ഏറ്റെടുക്കാം. ഈ വെളിച്ചത്തിൽ ആരെല്ലാം ഖുർആൻ ഓതിയോ, ഈ തണുപ്പിൽ ആരെല്ലാം നിസ്കരിച്ചോ, ആ ആളെ ഓതിയതിൻ്റെ ഒക്കെ ഒരു കൂലി ഇൻഷാ അല്ലാഹ് കിട്ടും. രണ്ടാമത്തത് എന്താണ്? നമ്മൾ പള്ളിയിൽ പോവുക എന്നുള്ളതാണ്, നമ്മൾ ഈ പള്ളിയിൽ വരിക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ പൈസ അയച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. നബി നിങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തുമുർ റജുല യഅതാദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, ഒരാൾ പള്ളിയിൽ സ്ഥിരമായി പോകുന്നതും വരുന്നതും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് ഈമാനുണ്ട് എന്ന് സാക്ഷ്യം വഹിച്ചോളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പള്ളിയിൽ വരണം, നിസ്കരിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരിക്കണം, സലാം വീട്ടി ഉടനെ നമ്മൾ ഓടരുത്. നമ്മൾ ഇരുന്ന് കുറച്ച് സമയം ദിക്റിലും ദുആകളിലും ഒക്കെ ആയി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടാവുമായിരിക്കും. നമ്മൾ പള്ളിയിൽ ഇരുന്നിട്ട് ആലോചിക്കും. ദുനിയാവിൻ്റെ കാര്യമാണെങ്കിൽ അത് നാവ് കൊണ്ട് അച്ചത്തിൽ സംസാരിക്കേണ്ട, പക്ഷെ നമുക്ക് മനസ്സുകൊണ്ട് ആലോചിക്കാമല്ലോ. ഇബാദത്തൊക്കെ കഴിഞ്ഞാൽ പള്ളിയിൽ ഒരു മൂലപ്പോയിരുന്നിട്ടെങ്കിലും നിങ്ങൾ ആലോചിച്ചോ, ആ പള്ളിയിലിരിക്കാനോ. ഏത്തിക്കാഫിൻ്റെ നിയ്യത്തിലിരിക്കും, പള്ളിയിലേക്ക് എത്തി അള്ളാഹുവിന് വേണ്ടി ഇതാ ഞാൻ പള്ളിയിൽ ഇരുന്നിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി. അതുപോലെ പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാല് വെക്കുക, ഇറങ്ങുമ്പോൾ ഇടത് കാല് വെക്കുക, പള്ളിയിലുള്ള ദിക്റുകൾ പാലിക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ താമീറിൻ്റെ ഭാഗമാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഈ രീതിയിൽ പള്ളിയെ നമ്മൾ പരിപാലിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ചോദിക്കും, എൻ്റെ അയൽവാസികൾ എവിടെ എന്ന് ചോദിക്കും. എൻ്റെ അയൽവാസികൾ എവിടെ? ഐന ജീറാനി എന്ന് ചോദിക്കും, എൻ്റെ അയൽവാസികൾ എവിടെ? അപ്പം മലക്കുകൾ ചോദിക്കും, അല്ലാഹു നിനക്ക് അയൽവാസികളോ നിൻ്റെ അയൽപക്കക്കാരാകാൻ യോഗ്യരായ ആളാരാണുള്ളത്? അപ്പോൾ അല്ലാഹു തആല ചോദിക്കും, ഐന ഉമ്മാറുൽ മസാജിദി, പള്ളിയെ പരിപാലിച്ചവരെവിടെ എന്ന് ചോദിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ച നിഅമത്താണ് നമ്മുടെ നാട്ടിലെ പള്ളികൾ. ആ പള്ളി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, അതിന് എന്നെക്കൊണ്ട് എന്ത് പറ്റും എന്ന രീതിയിൽ നമ്മളൊക്കെ ചെയ്യേണ്ടതുണ്ട്. പള്ളി നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പള്ളിയിൽ നടക്കുന്ന എല്ലാ തർത്തീബുകളും അത് ശറഇന് യോജിച്ചതാണോ എന്ന് ഓരോ പള്ളിൻ്റെ ഭാരവാഹിയും ശബ്ദം ശ്രവിക്കുന്നവർ നമ്മൾ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് എങ്ങനെ ഇതിലേക്ക് അവരെ കോൺട്രിബ്യൂഷൻ എങ്ങനെ? ഇപ്പോൾ പുരുഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ സ്ത്രീക്ക് പള്ളിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒന്ന് നമ്മുടെ നാടിൻ്റെ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥയും അങ്ങനെയാണല്ലോ. നമ്മൾ അതിന് ഭയപ്പെടേണ്ടതില്ല. ഒന്ന്, നിങ്ങൾ പള്ളിക്ക് വേണ്ടി ദുആ ചെയ്യും.
പള്ളിക്ക് വേണ്ടി പേരെടുത്ത് ദുആ ചെയ്യും. പഠിച്ചവനെ നമ്മുടെ നാട്ടിലെ പള്ളികളെ കാക്കണേ, നമ്മുടെ പള്ളിൻ്റെ വാഹകരെ കാക്കണേ, അതിനെ കൊണ്ട് നടക്കുന്നവർ നീ സംരക്ഷിക്കണേ, ദുആ ചെയ്യും. പള്ളിക്ക് നിങ്ങളെ കൊണ്ട് എങ്ങനെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മാഷാ അല്ലാഹ്, നമ്മുടെ നാടുകളിൽ പണ്ട് മുതലേ നടന്നു വരുന്നൊരു തർത്തീബാണ് പള്ളിയിലെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൽ. അത് ചില ആളുകൾ ആ രീതിയിൽ നന്മ എന്നുള്ള നിലക്കന്നെ കാണുന്നവരുണ്ടാകും, ചില ആളുകൾ ഭാരമായി കാണുന്നവരുണ്ടാകും. പ്രിയമുള്ളവരെ, ഇതും ഒരവസരമാണ്. നമ്മൾ സത്യത്തിൽ ഇമാമിനല്ല കൊടുക്കുന്നത്, അങ്ങനെ ചിന്തിക്കരുത്. ഇമാമ് നമ്മളെ ഫുഡ് കഴിച്ചിട്ടല്ലേ ഇമാമ് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഫുഡ് കഴിച്ചിട്ടാണ് ഇമാമ് നിസ്കരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കല്ലേ. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ കൊട്ടാരമാണിത്, അള്ളാഹുവിൻ്റെ കൊട്ടാരം. ആ അള്ളാഹുവിൻ്റെ കൊട്ടാരത്തിൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളുകൾക്ക് എൻ്റെ ഭക്ഷണം അവരുടെ വായിലേക്ക് എത്തുക എന്ന് പറയുന്നത്, ആ ഊർജം കൊണ്ട് അവർ ഇമാമത്ത് നിൽക്കുക എന്ന് പറയുന്നത്, അത് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന നിലക്ക് നമ്മൾ ചിന്തിച്ചിട്ട് ആ പള്ളിക്കാർക്ക് ഭക്ഷണം കൊടുത്താൽ, അല്ലെങ്കിൽ മദ്രസകൾ നടക്കുന്നുണ്ട് പള്ളിയിൽ, അവർക്ക് ഭക്ഷണം കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അതിന് ഏറ്റവും ഉയർന്ന കൂലികൾ ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രായമുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു, പള്ളിയിൽ അടിച്ചു വാരുള്ള സ്ത്രീ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വ്യവസ്ഥിതി അങ്ങനെ എല്ലാത്തതുകൊണ്ട് പറ്റാത്തതാ. പ്രായമുള്ള സ്ത്രീയാണ്, അടിച്ചൊക്കെ വാരി വൃത്തിയാക്കുന്ന സ്ത്രീയാണ്. ഈ സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ദിവസം കണ്ടില്ല. അപ്പോൾ സഹാബാക്കളോട് അന്വേഷിച്ചു, എവിടെ ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല, അടിച്ചുവാരാനൊക്കെ വൃത്തിയാക്കാനൊക്കെ വന്നിരുന്ന, അവിടെ എവിടെയെന്ന് ചോദിച്ചു. സഹാബാക്കൾ പറഞ്ഞു, ആ സ്ത്രീ മരിച്ചു പോയല്ലോ നബി എന്ന് പറഞ്ഞു. അവൻ നബി നിങ്ങൾ വെച്ചാൽ അതെന്താ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്, ഒരു സ്ത്രീ മരിച്ചിട്ട് പള്ളിൻ്റെ ഖിദ്മത്ത് ചെയ്യുന്നത്? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അതൊരു പ്രായമുള്ള സ്ത്രീ, പള്ളി അടിച്ചു വാരുന്ന സ്ത്രീയല്ലേ, അത് അങ്ങനെ ഒരു കാര്യഗൗരവമുണ്ട്, നബി നിങ്ങളെ അറിയിക്കേണ്ടതാണ് നമുക്ക് തോന്നിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞു, ദുല്ലൂനി അലാ ഖബരിഹ, ആ സ്ത്രീയുടെ ഖബർ എനിക്ക് കാണിച്ചാന്ന് പറഞ്ഞു. ആ ഖബറിൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി, ആ സ്ത്രീക്ക് വേണ്ടി നബി നിങ്ങൾ ദുആ ചെയ്യൂ. ചില റിവായത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചു. എന്നാൽ അത്രയും മഹത്തരമായ ജോലിയാണ് പള്ളിൻ്റെ ഖിദ്മത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്സും നമുക്ക് നൽകിയ എന്തെല്ലാം നിഅമത്തുകളുമുണ്ടോ അതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗ്ഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ